ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി അടാറ് മീൻ കറിയാണ് കേട്ടോ. അടാറ് തലക്കറി എന്ന് തന്നെ പറയാം. അത്രയും ടേസ്റ്റാണ്. എന്തായാലും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ മീനിൻ്റെ തലയുടെ കറിയാണ് കേട്ടോ. എന്താ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചത് കാണുള്ളൂ, മിനിറ്റ് വെച്ചിട്ട് ചിലവായിക്കോളും. അപ്പം നമ്മൾ ഒരു ചട്ടിയിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ക്യാനിൽ നമ്മൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ലാസ്റ്റ് ഭാഗമായത് തന്നെയാണ് ഇങ്ങനെ ഒരു കളർ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കണ്ട, നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിയ ശേഷം നമ്മൾ ഉലുവ ഇടുക കേട്ടോ. അങ്ങനെ അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ചുവന്നുള്ളി ഇടുക. ചുവന്നുള്ളി ഇട്ടിട്ട് തീ കുറച്ചിട്ട് അത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്നത് വരെ അതവിടെ കിടക്കട്ടെ. എന്നിട്ട് അപ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ അരപ്പുണ്ടാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടത് ഒരു 3 തക്കാളി എടുക്കണം കേട്ടോ. 3 തക്കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 നല്ല വലിയ തക്കാളിയാണ്, 1 ഇത്തിരി ചെറിയ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ പുളി വേണ്ടവർ ഇനിയും ഇടാം, പുളി ഇഷ്ടമുള്ളവർക്ക് തക്കാളി ഇനി വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിപ്പോൾ പുളിക്കും ഇവിടെ അത്യാവശ്യം ഇഷ്ടം തന്നെയാണ്. എന്നാലും ഒരു വലിയ തക്കാളി ഇതായിരുന്നു, 2 തക്കാളി വലുതും 1 തക്കാളി ചെറുതും എടുത്തിരിക്കുന്നത്. അങ്ങനെ അത് നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് ആ തക്കാളി 3 കൂടിയിട്ട് മിക്സിയിൽ മുറിച്ചിട്ടു കേട്ടോ. ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നല്ലോണം കറുത്ത് പോരുത്, നല്ലോണം മൂത്തിട്ട് ആ കളറ് വരാൻ പാടുള്ളൂ കേട്ടോ ചുവന്നുള്ളിയുടെ. അപ്പോൾ ഈ തക്കാളിയിൽ പിന്നെ നമ്മളിടേണ്ടത് ചുവന്ന മുളകില്ലേ, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. മിക്സിയിൽ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, കുഴപ്പമില്ല. അത് അരയാള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായി അരച്ചെടുക്കുക. അത് എന്നിട്ട് നമ്മൾ ചുവന്നുള്ളി നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കണം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരില്ലേ, അതായത് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ കരിയാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ നിറമാവുന്നത് കണ്ടോ. ഇതേപോലെ ആകുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇടുക, അതേപോലെ ഇഞ്ചി ഇടുക. ഇത് രണ്ടും ഇട്ടിട്ട് പച്ചമുളക് ഇടുക. ചീനിമുളക് ഒരു 8 ചീനിമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകാണെങ്കിലും ഒരു 5-6 പച്ചമുളക്, ഒരു 6-7 പച്ചമുളക്, ഇത്തിരി വലിയ പച്ചമുളകാണെങ്കിൽ എടുക്കുക. ചീനിമുളക് ഞാൻ ഇട്ട് അത് കഴിഞ്ഞിട്ട് നല്ലോണം മൂക്കണത് വരെ ഒന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഈ നല്ല ബ്രൗൺ നിറമാവുന്ന സമയത്ത് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന മസാല നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ. അതായത് 3 തക്കാളി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളമൊന്നും കൂടില്ല, അത് ഇനി നന്നായിട്ട് വറ്റി വരേണ്ടതാണ്. അപ്പം നമ്മൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മാക്സിമം അടുത്ത് നിന്നിട്ട് തന്നെ കറി ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മൾ വേറെ പാതിക്കൊക്കെ പോണ സമയത്താണെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക, അല്ലാണ്ട് അങ്ങനെ ഇട്ടിട്ട് പോരുത് കേട്ടോ. അങ്ങനെ ഇത് ഇളക്കി കൊടുത്ത് എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് എന്താ ഇടേണ്ടത് പറഞ്ഞാൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് അതിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ എണ്ണയ്ക്കും കണ്ടില്ലേ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ആ വെള്ളയ്ക്കും വറ്റി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ. മസാലയ്ക്കും കണ്ടില്ലേ നന്നായിട്ട് ആ വെള്ളം നന്നായി വറ്റി. ഇനി ഇതിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണം. പിന്നെ കുടംപുളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 25 ഗ്രാം കുടംപുളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 1.5 കിലോ ആണ് നമ്മുടെ കേര മീനിൻ്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ആ മിക്സിയിൽ ജാറിലുണ്ടായിരുന്ന വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ളത്, അതായത് നമ്മുടെ മീൻ ആദ്യം കല്ലുപ്പിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് നന്നാക്കിയിട്ട് അതിലേക്ക് നന്നായിട്ടൊരു 3-4 വട്ടം ആ മീൻ കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് വാരാൻ വെച്ച ശേഷമാണ് ഇതിലേക്ക് ഇടുക.
ഇതിപ്പോൾ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത്. ഒരു 10-15 മിനിറ്റ് എന്തായാലും ഒരു അരമണിക്കൂറോളം അത് നല്ലോണം തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് നമ്മുടെ തല നുറുക്കി വെച്ചിരിക്കുന്ന 1.5 കിലോ തല, ഒരു തലയാണ് ഇത് കേട്ടോ. ഒരു നല്ലൊരു കേരയാണ്, അടിപൊളി കേരയുടെ തല കിട്ടിയാൽ പിന്നെ കയ്യോടെ അങ്ങോട്ട് വാങ്ങിയതാണ്. എന്നിട്ട് അതിട്ട് കൊടുക്കുക കേട്ടോ. മീനിൻ്റെ തലയിട്ട ശേഷം പിന്നെ അതിലൊരു ബ്ലഡിൻ്റെ കളറുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളത്തിൽ നമ്മൾ വെള്ളത്തിലെല്ലാം ഇട്ട് വെച്ചിട്ട് ഊറ്റാൻ വെച്ച് പിന്നെയും അതിൽ കുറച്ചും കൂടി വെള്ളം ഇറങ്ങിയിരിക്കണം. അപ്പോൾ അതൊന്നും കൂടി നന്നായി കഴുകിയിട്ട് ആ ബാക്കിയുള്ള മീനും കൂടി ഇതിൽ കൊണ്ടുവന്നിട്ടു കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. നല്ല കറി എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്, മസ്റ്റ് ട്രൈ തന്നെയാണ്. അപ്പോൾ ഈ മീനുകളും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല പിടിച്ചാലല്ലേ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായി മൂടി വയ്ക്കണം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്, പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്നവർ മുഴുവൻ നമുക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് തരുന്നില്ല. എന്തായാലും ചെയ്ത് തന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇട്ട് തരാം. നിങ്ങൾക്ക് എന്താ പറയുക, എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ഇതുപോലത്തെ കറി ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവാത്ത ആർക്കും ഇരിക്കില്ല. അത്രയും നല്ല കറിയാണ്. എന്തായാലും എന്ന് പറഞ്ഞാൽ അത്രയും നല്ല കറിയാണ്. സൂപ്പർ കറിയാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങില്ലേ, അങ്ങനത്തെ അത്രയും ഇതിനും നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കാം. പിന്നെ കുറച്ച് മീൻ വറക്കാൻ വെച്ചതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുഞ്ഞോരു പീസ് ഇഞ്ചിയും പിന്നെ പെരുംജീരകം ഇട്ടിട്ട് പിന്നെ കല്ലുപ്പ് പൊടിച്ചതാണ് അതും ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമ്മുടെ ഇത് കേര 1/2 കിലോനുണ്ട് അതിൽ. പിന്നെ 1/4 കിലോ മത്തിയുണ്ട് കേട്ടോ. ഇക്കാക്ക് കേരമീൻ വറുത്തത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇക്കാക്ക് മത്തി 1/4 കിലോ വാങ്ങിയിട്ട് അതിൽ മസാല തേച്ച് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഈ മീൻ കറി തിളയ്ക്കുമ്പോഴത്തേനും ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമ്മുടെ മീൻ പീസിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചു കേട്ടോ. അപ്പോഴത്തേനും ഇതായി നോക്ക്, കണ്ടോ നല്ല കറി. അപ്പോൾ അടിപൊളി കറിയാണ്. എന്താ ടേസ്റ്റ് വെച്ചിട്ട് വറ്റി ഇത്രത്തോളമായി കേട്ടോ. ആ മീനൊക്കെ ഇട്ടപ്പോൾ നല്ലോണം നിറഞ്ഞു വന്നതായിരുന്നു. അപ്പോൾ ഈ പരുവത്തിലായി. അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ കറി കൂട്ടിയിട്ട് ആരും ഇഷ്ടമല്ല എന്ന് എന്തായാലും പറയില്ല കേട്ടോ. അത്രയും രസമാണ്. എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇത് ആകുമ്പോഴത്തേനും മസാല അരച്ചിട്ടേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും ഇത് നന്നായിട്ട് വറ്റി വരേണ്ട സമയമായതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ഇതിലേക്ക് മീൻ കറി ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ച് കൊടുത്തു കേട്ടോ. ഒന്നും കൂടി ഒന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മളിതിൽ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കണില്ല. അത്യാവശ്യം മീൻ കറിയിലിടുന്ന സാധനങ്ങൾ തന്നെ ചേർത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ഒരു 7 അല്ലി ചേർത്തിട്ടുണ്ട് കേട്ടോ, 7 അല്ലി ചേർത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി ഒരു പീസ്, വെളുത്തുള്ളിക്ക് പാകത്തിനുള്ള ഇഞ്ചി അത്രയും ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് മസാല തേച്ച് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം വെച്ച ശേഷം പൊരിക്കുകയാണെങ്കിൽ നന്നായി ഇതിൽ മസാല പിടിച്ചിട്ടുണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതിൽ വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോൾ നന്നായി മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് ഇതാ നല്ലോണം ആവി വന്നിട്ടുണ്ട്. അത് തുറന്നു. നല്ല അടിപൊളി കറിയാണ്. എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.